എറണാകുളം വ്യവസായ ജില്ലയിലേക്ക് ഒരുപക്ഷെ നഗരിയിലേക്ക് പോയി കഴിഞ്ഞാൽ സലീം മുഹമ്മദ് അവിടെ യുവനിരയടക്കം പുതിയ ഒരു മണ്ഡലത്തിലേക്ക് വിവിധ മണ്ഡലങ്ങളിലേക്ക് കച്ചമുറുക്കുന്ന സാഹചര്യം KPCC ഭാരവാഹികൾ ഉൾപ്പെടെ. എന്നാൽ പല സിറ്റിംഗ് MLA മാരും മത്സരിക്കട്ടെ എന്ന നിലപാട് KPCC എടുക്കുന്നു. ഇങ്ങനെയൊക്കെ തന്നെയുള്ള സാധ്യതകൾ സൂചനകൾ നിലനിൽക്കുമ്പോൾ അതൊക്കെ മുൻനിർത്തി KPCC സാധ്യതാ ലിസ്റ്റ് DCC KPCCയിലേക്ക് കൈമാറുമ്പോൾ ആരൊക്കെയാണ് പ്രമുഖരായി വിവിധ മണ്ഡലങ്ങളിൽ ഇടം നേടുന്നത്? പ്രതീക്ഷ, എറണാകുളം ജില്ലയിൽ ആകെയുള്ള 14 സീറ്റുകളിൽ 11ലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്താൻ ഉള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ തവണ 10 ആയിരുന്നു. ജേക്കബ് ഗ്രൂപ്പ് മത്സരിച്ച അങ്കമാലിയിലേക്കും ഇത്തവണ DCC ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നൊരു സവിശേഷതയുണ്ട്. അത് UDFൽ പിന്നീട് ഉണ്ടാക്കാവുന്ന തർക്കങ്ങൾ പിന്നെ വാർത്തയാകാവുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച 6 സീറ്റുകളിൽ 6 സിറ്റിംഗ് MLA മാർക്ക് സീറ്റ് നൽകാൻ ഏതാണ്ട് DCCയിൽ ധാരണയായിട്ടുണ്ട്. അക്കാര്യത്തിൽ വലിയ തർക്കങ്ങളില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ പറവൂർ VD സതീശൻ, എറണാകുളത്ത് ഹൈബി, കുന്നത്തുനാട് സജീന്ദ്രൻ, ആലുവയിൽ അൻവർ സഹത്ത്, തൃക്കാക്കരയിൽ ബെന്നി ബെഹനാൻ, മൂവാറ്റുപുഴയിൽ ജോസഫ് വാഴകൻ, ഈ പേരുകളുടെ കാര്യത്തിൽ വലിയ തർക്കം DCCയിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇവരെ ഏക പേരുകളുള്ള ഒരു പട്ടികയാണ് ഈ 6 സീറ്റുകളുടെ കാര്യത്തിൽ DCC KPCC നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. എന്നാൽ 2 സിറ്റിംഗ് MLA മാരുടെ കാര്യത്തിൽ തർക്കങ്ങളുണ്ട്. അത് ഒരു സിറ്റിംഗ് മന്ത്രി കൂടിയായ തൃപ്പൂണിത്തറയിൽ നിന്നുള്ള K ബാബുവിൻ്റെ കാര്യത്തിലാണ്. ഒപ്പം തന്നെ ഡൊമിനിക് പ്രസൻറ്റേഷൻ്റെ കൊച്ചിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും ചില തർക്കങ്ങളുണ്ട്. അതിന് കാരണം ഐ ഗ്രൂപ്പ് കടുത്ത നിർദ്ദേശം വെച്ചിരിക്കുന്നത് 4 തവണ മത്സരിച്ചവരെ ഒഴിവാക്കണം എന്നൊരു കർശനമായ നിർദ്ദേശം ഐ ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ടാൽ മന്ത്രി K ബാബുവിൻ്റെ സീറ്റ് തുലാസിലാകും. ഒപ്പം ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആരോപണങ്ങളും അഴിമതിയും ഒക്കെ മറ്റൊരു കാരണമാകാം. എങ്കിലും K ബാബുവിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ആ സീറ്റിലേക്ക് തൃപ്പൂണിത്തറയിലേക്ക് പരിഗണിക്കുന്ന പ്രധാന പേര് GCDA ചെയർമാൻ N വേണുഗോപാലിൻ്റേതാണ്. ഒപ്പം ഡൊമിനിക് പ്രസൻറ്റേഷന് കൊച്ചിയിൽ സീറ്റ് ഇല്ലെങ്കിൽ അവിടെ പരിഗണിക്കുന്ന പേര് KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെൻറ്റിൻ്റേതാണ് പ്രധാനപ്പെട്ടത്. ഒപ്പം മുൻ മേയർ ടോണി ചമ്മണിയുടെയും VP ജോർജിൻ്റെയും പേരുകളുണ്ട്. അതിൽ ഡൊമിനിക് പ്രസൻറ്റേഷൻ മാറ്റുകയാണെങ്കിൽ ലാലി വിൻസെൻറ്റിനായിരിക്കാം സാധ്യത എന്ന് പറയാം. വൈപ്പിനിൽ KP ഹരിദാസ്, KP ധനപാലൻ, MV പോൾ, KR സുഭാഷ് എന്നീ പേരുകൾ കേൾക്കുന്നു. പെരുമ്പാവൂരിൽ DCC പ്രസിഡന്റ് VJ പൗലോസിൻ്റെയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളിയുടെയും പേരുകളാണ് പ്രമുഖമായി കേൾക്കുന്നത്. എന്നാൽ പട്ടികയിൽ ജെയ്സൺ ജോസഫിൻ്റെയും സഹീർ ഹുസൈൻ്റെയും പേരുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന തർക്കം UDFിനുള്ളിൽ ഉണ്ടാകാനിടയുള്ളതും എന്നാൽ കോൺഗ്രസിൽ ഏറെ വിവാദമാകാനിടയുമുള്ള ഒരു സീറ്റ് അങ്കമാലിയാണ്. അവിടെ ജേക്കബ് ഗ്രൂപ്പിൽ നിന്ന് സീറ്റ് കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 2 പേരുകൾ, ഒന്ന് ഡീൻ കുര്യാക്കോസിൻ്റെയും ഒന്ന് PT തോമസിൻ്റേതുമാണ്. ഒപ്പം പറയേണ്ട ഒരു കാര്യം, ദേശീയ നേതൃത്വത്തിൻ്റെ പട്ടികയിൽ റോജി M ജോണിൻ്റെ പേര്, NSU ദേശീയ പ്രസിഡന്റ് റോജിയുടെ പേരാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശമെന്ന നിലയ്ക്ക് വന്നിരിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം പ്രാദേശികമായി പരിഗണിക്കപ്പെടും എന്നൊരു തർക്കമുണ്ട്. എങ്കിലും ഹൈക്കമാൻഡിൻ്റെ ഒരു അന്തിമ നിർദ്ദേശമായി വന്നാൽ റോജിക്ക് തന്നെ സീറ്റ് കിട്ടും. അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്ന 2 പേര് ഡീൻ കുര്യാക്കോസിൻ്റെയും PT തോമസിൻ്റെയുമാണ്. ഇരുവർക്കും ഇടുക്കിയിൽ നിന്ന് സീറ്റ് ലഭിക്കാതെ എറണാകുളത്തേക്ക് ചേക്കേറുന്ന ഒരവസ്ഥയാണുള്ളത്. അത് എത്രമാത്രം പ്രാദേശികമായി അതും അംഗീകരിക്കപ്പെടുമെന്നൊരു തർക്കമുണ്ട്. അങ്ങനെയെങ്കിൽ KP ബേബിയുടെ പേര് കൂടി DCC പട്ടികയിൽ ഉൾപ്പെടുത്തി KPCC നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. സാലിയാണ് എറണാകുളത്തു നിന്നുള്ള സാധ്യത ലിസ്റ്റ് മുന്നോട്ട് വെച്ച് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി സാംസ്കാരിക നഗരിയിലേക്ക് ഒരു എത്തിനോട്ടം. തൃശ്ശൂരിലേക്ക് പോയി കഴിഞ്ഞാൽ ദിൽജിത്ത്, തൃശ്ശൂർ ജില്ല പ്രത്യേകിച്ച് AI ഗ്രൂപ്പുകളുടെ തർക്കം നിലനിൽക്കുന്ന DCC നേതൃത്വത്തിൽ തന്നെ ഒരു പക്ഷേ തർക്കം പ്രത്യക്ഷമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളത്. AI ഗ്രൂപ്പിലെ പ്രമുഖരൊക്കെ തന്നെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വേണ്ടി വടംവലി നടത്തുന്നു, മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ. അത്തരത്തിൽ നോക്കി പല ഘടകങ്ങളും ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് തയ്യാറാക്കിയ പട്ടിക സംബന്ധിച്ച് തീർച്ചയായും പ്രജീഷ്, തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 10ഇടത്താണ് കഴിഞ്ഞ തവണ വരെ കോൺഗ്രസ് മത്സരിച്ചിരുന്നത്. ഇതിൽ 5ഇടത്ത് കോൺഗ്രസ് MLA മാരാണ് ഉള്ളത്. ആ
കോൺഗ്രസ് MLA-മാരുള്ള 5 സീറ്റുകളിൽ അത് ഈ സീറ്റുകളാണ് വടക്കാഞ്ചേരി, മണലൂർ, കൊടുങ്ങല്ലൂർ, ഒല്ലൂർ, തൃശൂർ. ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നിലവിലെ MLA-മാർക്ക് ആദ്യ സാധ്യതാ പട്ടികയിൽ തന്നെ ആദ്യ പേരുകാരായി തന്നെ MLA-മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റിടങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ ചേലക്കരയിൽ NK സുധീർ, CC ശ്രീകുമാർ എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സംവരണ മണ്ഡലമായ ചേലക്കരയിൽ ഈ അധിക പേരെടുത്ത നേതാക്കന്മാരെയൊന്നും ആ സീറ്റുകളിലേക്ക് നിർദ്ദേശിക്കാൻ സാധിച്ചിട്ടില്ല. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ CC ശ്രീകുമാർ, അതുപോലെ തന്നെ പുതുമുഖമായ NK സുധീർ എന്നിവരാണ് ഈ ചേലക്കര മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മന്ത്രിമണ്ഡലമായ വടക്കാഞ്ചേരിയിൽ നിലവിലെ മന്ത്രിയും MLA-യുമായ CN ബാലകൃഷ്ണനെ 1ാം പേരുകാരനായി പരിഗണിക്കുന്നു. അതോടൊപ്പം തന്നെ CN ബാലകൃഷ്ണൻ മത്സരത്തിന് തയ്യാറായില്ല എങ്കിൽ അനിൽ അക്കര, യുവ നേതാവായ അനിൽ അക്കരയെ ഈ സീറ്റിലേക്ക് പരിഗണിക്കുന്നു. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കുട്ടിയെയും ഈ സീറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നു. അതോടൊപ്പം മണലൂർ മണ്ഡലത്തിൽ നിലവിൽ MLA ആയ PA മാധവനെയും പുതുമുഖമായ I സെബാസ്റ്റ്യനെയും ഈ വടക്കാഞ്ചേരി മണ്ഡലത്തിലേക്ക് പരിഗണനയിലുണ്ട്. ഈ ലിസ്റ്റിലെ മറ്റൊരു മണ്ഡലമായ മണലൂരിൽ നിലവിൽ PA മാധവനാണ് മണലൂരിൽ കോൺഗ്രസ് പ്രതിനിധി PA മാധവനാണ് മണലൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. മണലൂർ മണ്ഡലത്തിൽ തന്നെയാണ് VM സുധീരനെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ TN പ്രതാപനെയും അനിൽ അക്കരയെയും മണലൂർ മണ്ഡലത്തിൽ മറ്റ് പേരുകാരായി മറ്റ് സാധ്യതകളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടിക മണ്ഡലത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ KV ദാസിനെയും അതുപോലെ തന്നെ യുവ നേതാവായ സുനിൽ ലാലൂർ, NK സുധീർ എന്നിവരെയാണ് നാട്ടിക മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. കയ്പമംഗലം സീറ്റിൽ ഇപ്പോൾ നിലവിൽ കൊടുങ്ങല്ലൂരിലെ MLA ആയ TN പ്രതാപനെ കയ്പമംഗലത്ത് 1ാം പേരുകാരനായി പരിഗണിക്കുന്നു. അതോടൊപ്പം തന്നെ MP ജാക്സൺ, അബ്ദുൾ സലാം എന്നിവരെ കൂടി കയ്പമംഗലത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് DCC ഇപ്പോൾ പട്ടിക തയ്യാറാക്കി KPCCക്ക് കൈമാറിയിരിക്കുന്നത്. അതോടൊപ്പം ചാലക്കുടിയിൽ, പ്രത്യേകിച്ച് ചാലക്കുടിയിൽ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം PT തോമസിനെ ചാലക്കുടിയിൽ നിന്ന് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശമുണ്ടായിരുന്നു. ഈ ഒരു നിർദ്ദേശം മറികടന്നുകൊണ്ട് പത്മജ വേണുഗോപാലിനാണ് ചാലക്കുടിയിൽ പ്രഥമ പരിഗണന നൽകുന്നത്. അതോടൊപ്പം തന്നെ MP ജാക്സന്റെ പേരും ചാലക്കുടിയിൽ നിന്നുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ TN പ്രതാപൻ പ്രതിനിധീകരിക്കുന്ന കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിലവിലെ MLA പ്രതാപനെ പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് മറ്റ് പേരുകാരായി അബ്ദുൾ സലാം, പത്മജ വേണുഗോപാൽ എന്നിവരെ കൂടി കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതുക്കാട് മണ്ഡലം, ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച മണ്ഡലമായി കരുതപ്പെടുന്ന പുതുക്കാട് മണ്ഡലത്തിൽ മുൻനിര നേതാക്കളെ എല്ലാം മാറ്റി നിർത്തി 2ാം നിര നേതാക്കളെയാണ് ഇപ്പോൾ ലിസ്റ്റിലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജോസഫ് ടാജറ്റ്, സുന്ദരൻ കുന്നത്തുള്ളി, വിൻസെന്റ് കാട്ടൂക്കാരൻ, ജോസ് വള്ളൂർ, വിജയ് ഹരി തുടങ്ങിയ യുവ നേതാക്കളെയാണ് പുതുക്കാട് മണ്ഡലത്തിലേക്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ MP വിൻസെന്റ് MLA പ്രതിനിധീകരിക്കുന്ന ഒല്ലൂർ മണ്ഡലത്തിൽ MP വിൻസെന്റിനെയും അതോടൊപ്പം നിജി ജസ്റ്റിനെയും സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒല്ലൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് MP വിൻസെന്റിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച് ഒല്ലൂരിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു ഘട്ടത്തിൽ MP വിൻസെന്റിനെ മാറ്റി നിർത്തണമെന്നുള്ള ഒരു അഭിപ്രായത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ലിസ്റ്റിൽ സാധ്യതാ പട്ടികയിൽ വിൻസെന്റ് ഇടം പിടിച്ചത്. എന്നാൽ നിജി ജസ്റ്റിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അതോടൊപ്പം തൃശൂർ മണ്ഡലത്തിൽ നിലവിൽ തേറമ്പിൽ രാമകൃഷ്ണൻ 5 തവണയായി പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് തൃശൂരിൽ. ആ തൃശൂർ മണ്ഡലത്തിൽ നിലവിലെ MLA തേറമ്പിൽ രാമകൃഷ്ണന് പുറമെ പത്മജ വേണുഗോപാലിനും അതുപോലെ TV ചന്ദ്രമോഹനെയും പട്ടികയിൽ ഉൾപ്പെടുന്നു. ഈ മണ്ഡലങ്ങളിലെല്ലാം, ഈ 10 മണ്ഡലങ്ങൾക്ക് പുറമെ നിലവിൽ കുന്നംകുളം CMP മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കുന്നംകുളം സീറ്റും കോൺഗ്രസ് ഏറ്റെടുത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നൊരു തീരുമാനവും നിർദ്ദേശവും ലിസ്റ്റിൽ വെക്കുന്നുണ്ട്. നിലവിൽ DCC പ്രസിഡന്റായ O അബ്ദുറഹ്മാൻ കുട്ടിയെയാണ് കുന്നംകുളത്തെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നത്. കഴിഞ്ഞ തവണ UDF-ലെ CMP-യിലെ CP ജോൺ മത്സരിച്ച സീറ്റാണ് കുന്നംകുളം. ജില്ലയിൽ അവശേഷിക്കുന്ന ഗുരുവായൂർ, ഇരിങ്ങാലക്കുട എന്നീ സീറ്റുകൾ ഘടകകക്ഷികളാണ് മത്സരിക്കുന്നത്. ഗുരുവായൂരിൽ ലീഗും ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളുടെ സാധ്യതാ പട്ടികകൾ ഇപ്രകാരമാണ്. ദിൽജിത്താണ് തൃശ്ശൂരിലെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നെല്ലറയുടെ നാടായ പാലക്കാട്ടേക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാട്ട് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്? സാധ്യതാ പട്ടിക തയ്യാറായി. പാലക്കാട് ജില്ലയിൽ ആകെയുള്ള 12 സീറ്റിൽ 11 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് DCC നേതൃത്വം തയ്യാറാക്കി ഇപ്പോൾ KPCC നേതൃത്വത്തിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ
നിലവിൽ സിറ്റിംഗ് MLA മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് MLA ആണ് മണ്ണാർക്കാടുള്ള N ഷംസുദ്ദീൻ. ഈ സീറ്റിൽ ഒഴിച്ച് ബാക്കിയുള്ള 11 സീറ്റിലേക്കുമുള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ തവണ ആലത്തൂരിൽ കേരള കോൺഗ്രസ് എമ്മും നെന്മാറയിൽ CMP നേതാവായിരുന്ന MB രാഘവനും തരൂരിൽ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പുമായിരുന്നു മത്സരിച്ചത്. ഇതിൽ തരൂർ സീറ്റ് തങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാട് ഇതിനകം കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് സംസ്ഥാന തലത്തിൽ തന്നെ UDF നേതൃത്വത്തെ അറിയിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ആലത്തൂർ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ആ ഒരു സീറ്റ് വിട്ടുകൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ മണ്ഡലങ്ങൾ ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളിലെയും 11 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പട്ടിക ആണ് ഇപ്പോൾ DCC നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് സിറ്റിംഗ് MLA-മാരായ 4 പേരും മത്സരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തൃത്താലയിൽ VT ബൽറാമിന്റെ പേര് തന്നെയാണ് പ്രാമുഖ്യം ലഭിച്ചത്. ഒപ്പം DCC പ്രസിഡന്റ് CV ബാലേന്ദ്രന്റെ പേരും PM അസീസിന്റെ പേരുമാണ് തൃത്താല മണ്ഡലത്തിൽ നിന്നും മുകളിലേക്ക് അയച്ചിരിക്കുന്നത്. പട്ടാമ്പിയിൽ സിറ്റിംഗ് MLA CP മുഹമ്മദിനെ കൂടാതെ DCC പ്രസിഡന്റ് CV ബാലേന്ദ്രനും ഒപ്പം TP ഷാജിയുടെ പേരും അവിടെ കേൾക്കുന്നുണ്ട്. ഷൊർണൂരിൽ PP വിനോദ് കുമാർ, VKP വിജയനുണ്ണി, O വിജയകുമാർ എന്നീ 3 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് ഷൊർണൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് DCC നേതൃത്വം നൽകിയിരിക്കുന്നത്. ഒറ്റപ്പാലത്തേക്ക് വരികയാണെങ്കിൽ P രാജരത്നം, PS അബ്ദുൾ ഖാദർ, സത്യൻ പെരുമ്പറക്കോട്, PJ പൗലോസ് തുടങ്ങിയ 4 നേതാക്കളുടെ ഒരു പേരാണ് ഒറ്റപ്പാലത്ത് നിന്ന് നൽകിയത്. കോങ്ങാട് സംവരണ മണ്ഡലമാണ്. അവിടെ K തുളസിയുടെയും P ബാലന്റെയും പേരാണ് അവിടെ ഉയർന്നു വന്നത്. K തുളസി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞു വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. K തുളസി നിലവിൽ വനിതാ കമ്മീഷൻ അംഗവും നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒറ്റപ്പാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിരുന്നു എന്ന ഒരു പ്രത്യേകത കൂടി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ K തുളസിക്ക് കോങ്ങാട് നറുക്ക് വീഴുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പാലക്കാട് വരികയാണെങ്കിൽ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ സിറ്റിംഗ് MLA ഷാഫി പറമ്പിലിനെ കൂടാതെ DCC പ്രസിഡന്റ് CV ബാലേന്ദ്രന്റെയും KPCC സെക്രട്ടറി VK ശ്രീകണ്ഠന്റെയും പേര് പാലക്കാട് പട്ടികയിൽ ഉണ്ട്. മലമ്പുഴയിലേക്ക് വന്നാൽ C ചന്ദ്രൻ, PV രാജേഷ്, A തങ്കപ്പൻ, SK അനന്തകൃഷ്ണൻ എന്നീ 4 പേരുകളാണ് മലമ്പുഴ മണ്ഡലവുമായി ബന്ധപ്പെട്ട ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ചിറ്റൂരിൽ മാത്രമാണ് പാലക്കാട് ജില്ലയിൽ ഒരേ ഒരു പേര് ഉയർന്നത്. അത് സിറ്റിംഗ് MLA K അച്യുതന്റെ പേരാണ്. ആലത്തൂരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിച്ച ആലത്തൂരിൽ K ഗോപിനാഥ്, MR രാംദാസ്, A തങ്കപ്പൻ, കൃഷ്ണദാസ് തുടങ്ങിയ 4 പേരുകളാണ് DCC നേതൃത്വം മുകളിലേക്ക് നൽകിയത്. നെന്മാറ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ AV ഗോപിനാഥ്, VS വിജയരാഘവൻ, സംസ്ഥാനത്ത് തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ VS വിജയരാഘവൻ, DCC പ്രസിഡന്റ് CV ബാലേന്ദ്രൻ, ഒപ്പം നേരത്തെ മലമ്പുഴ മണ്ഡലത്തിലും പരിഗണിക്കപ്പെടുന്ന C ചന്ദ്രൻ എന്നീ 4 പേരുകളാണ് നെന്മാറയിൽ ഉയർന്നു വന്നത്. നെന്മാറ കഴിഞ്ഞ തവണ ആദ്യഘട്ടത്തിൽ SJDക്ക് നൽകിയ മണ്ഡലമായിരുന്നു നെന്മാറ. എന്നാൽ SJD അവസാന നിമിഷം അത് തിരിച്ച് തങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നറിയിക്കുകയും അത് തിരിച്ച് കോൺഗ്രസ് നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ മണ്ഡലത്തിലേക്കാണ് CMP നേതാവായിരുന്ന MB രാഘവൻ കടന്നു വന്നത്. എന്നാൽ മണ്ഡലം നിലനിർത്താൻ മണ്ഡലത്തിൽ വിജയം നേടാൻ UDFന് സാധിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായില്ല. ഇത്തവണ നെന്മാറ മണ്ഡലം തങ്ങൾക്ക് തന്നെ വേണം, അതായത് ജനതാദൾ യുവിന് വേണമെന്ന് സംസ്ഥാന തലത്തിൽ തന്നെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജില്ലാ പ്രസിഡന്റ് നമ്മളോടും ഈ കാര്യങ്ങൾ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ നെന്മാറ മണ്ഡലം കോൺഗ്രസ് എത്ര കണ്ട് വിട്ടുകൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് നമുക്ക് പറയാൻ കഴിയുകയില്ല. തരൂരിലേക്ക് വരികയാണെങ്കിൽ തരൂർ മണ്ഡലത്തിൽ C ചാത്തൻ, C പ്രേംനവാസ്, അതേപോലെ തന്നെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രകാശൻ എന്നീ 3 പേരുകളാണ് തരൂരിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിൽ 8 സീറ്റുകളിൽ നിലവിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളാണ്. 3 സീറ്റുകളാണ് ഘടകകക്ഷികൾ മത്സരിച്ചത്. ഇതിൽ ആലത്തൂരിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സീറ്റ് വിട്ടുകൊടുക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നെന്മാറ അതേപോലെ തന്നെ JDU ഇത്തവണ അവകാശവാദം ഉന്നയിച്ച ഒരു സീറ്റാണ്. കഴിഞ്ഞ തവണ അവർ തിരിച്ചു നൽകിയ സീറ്റാണ്. അവർ ഇതിന് പറയുന്ന കാരണം കഴിഞ്ഞ തവണ വിട്ടു നൽകുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തന്നെ സീറ്റ് വേണം എന്ന് കഴിഞ്ഞ തവണ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്ന ഒരു വാദം കൂടി അവർ ഈ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 10 സീറ്റാണ് UDF നേതൃത്വത്തോട് ജനതാദൾ യു ആവശ്യപ്പെട്ടത്. ആ 10 സീറ്റിൽ വരുന്ന ഒരു സീറ്റ് കൂടിയാണ് നെന്മാറ. തരൂരിലാണ് കഴിഞ്ഞ തവണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജേക്കബ് ഗ്രൂപ്പ് മത്സരിച്ചത്. അവർക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ജേക്കബ് ഗ്രൂപ്പിന് ഈ സീറ്റ് തങ്ങൾക്ക് വേണ്ട എന്നുള്ള ഒരു നിലപാട് അവർ എടുത്തതായാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പട്ടികയാണ് നിലവിൽ സിറ്റിംഗ് MLA-മാർ 4 പേരും അതാത് മണ്ഡലത്തിൽ തന്നെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.
ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, DCC പ്രസിഡന്റ് CV ബാലേന്ദ്രന്റെ പേര് 4 മണ്ഡലങ്ങളിലെ പട്ടികയിൽ ഉൾപ്പെട്ടു എന്ന കാര്യമാണ്. വ്യക്തമാണ്. AK ലതീഷാണ് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടിക, സാധ്യതാ പട്ടിക സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. ഇടവേളയിലേക്ക് പോയ ശേഷം മലബാറിലേക്ക് പോകുമ്പോൾ മലബാറിൽ ഇനിയുള്ളത് കോഴിക്കോടും കണ്ണൂരും കാസർഗോഡ്, ഈ 3 ജില്ലകളിൽ നിന്നുള്ള സാധ്യതാ ലിസ്റ്റ് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് സാധ്യതാ പട്ടിക DCCകൾ KPCCക്ക് സമർപ്പിച്ചു. സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ ആളുകളുടെ പേരുകളാണ്, ഓരോ മണ്ഡലത്തിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി 5 മണ്ഡലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. മലബാർ മേഖലയിൽ നിന്ന് മലപ്പുറത്തേക്ക് വരുമ്പോൾ മലപ്പുറത്ത് നിന്നുള്ള വിശദാംശങ്ങൾ സാധ്യതാ പട്ടിക സംബന്ധിച്ച് KT സ്വാലിഹ് വിവരങ്ങൾ നൽകും. സ്വാലിഹ്. പ്രജീഷ്, മലപ്പുറം ജില്ലയിൽ 16 മണ്ഡലങ്ങളാണ് ആകെയുള്ളത്. ഇതിൽ 4 മണ്ഡലങ്ങളാണ് കോൺഗ്രസിനുള്ളത്. UDFിൽ കോൺഗ്രസിന് 4 മണ്ഡലങ്ങളാണുള്ളത്. വണ്ടൂർ മണ്ഡലം സംവരണ മണ്ഡലമാണ്. നേരത്തെ മന്ത്രി AP അനിൽകുമാർ മത്സരിച്ച് ജയിച്ച വണ്ടൂർ മണ്ഡലത്തിൽ നിന്ന് അനിൽകുമാറിന്റെ പേര് തന്നെയാണ് ഇത്തവണയും DCC നേതൃത്വം നൽകിയിരിക്കുന്നത്. മറ്റൊരു സീറ്റ് പൊന്നാനിയാണ്. പൊന്നാനി കോൺഗ്രസ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സീറ്റ് കൂടിയാണ്. P ശ്രീരാമകൃഷ്ണൻ MLA തോറ്റ സീറ്റാണ്. PT അജയ് മോഹൻ ഇത്തവണയും അവിടെ ജനവിധി തേടുമെന്നാണ് അറിയുന്നത്. കോൺഗ്രസിന്റെ മറ്റൊരു മണ്ഡലം തവനൂർ മണ്ഡലമാണ്. ഇവിടെ സിദ്ദീഖ് പന്താവൂരിന്റെ പേരാണ് നൽകിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ കയ്യിലുള്ള നിലമ്പൂർ സീറ്റിലാണ് ഇപ്പോഴും ഒരു തീരുമാനം ആകാത്തത്. DCC നേതൃത്വം ആര്യാടൻ ഷൗക്കത്തിനൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ KPCC തന്നെ VV പ്രകാശിനെ ഇത്തവണ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. VV പ്രകാശനത്തിന് അത്തരത്തിലുള്ള ഒരു ഉറപ്പും KPCC നൽകിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായതുപോലെ ഇപ്പോഴും നിലമ്പൂരിൽ ആര് സ്ഥാനാർത്ഥിയാവും എന്നത് സംബന്ധിച്ച ഒരു ധാരണ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും വലിയ തർക്കങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, VV പ്രകാശും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ വലിയ തർക്കങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ആര്യാടൻ മുഹമ്മദ് തന്നെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയും നിലമ്പൂരിൽ തള്ളിക്കളയാനാവില്ല. പ്രജീഷ്. സ്വാലിഹാണ് മലപ്പുറത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കോഴിക്കോട്ട് നിന്നും കുട്ടൻ ചേരുന്നു. കുട്ടൻ, കോഴിക്കോട് അംഗത്തിനൊരുങ്ങുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ സാധ്യതാ ലിസ്റ്റിൽ പ്രധാന മണ്ഡലങ്ങളിൽ ആരൊക്കെയായിരിക്കും ഒരു പക്ഷേ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്? പ്രജീഷ്, കോഴിക്കോട് 5 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സാധാരണയായി മത്സരിച്ചു വരുന്നത്. മറ്റൊരു പ്രത്യേകത, കോഴിക്കോട് നിന്നും കോൺഗ്രസിന് MLA-മാരില്ല എന്നുള്ളതാണ് മറ്റൊരു രാഷ്ട്രീയപരമായ കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത. ഇതിൽ 5 മണ്ഡലങ്ങളിലേക്കുള്ള സാധ്യതാ പട്ടികയും 5 മണ്ഡലങ്ങളിലേക്ക് DCC തയ്യാറാക്കിയ ലിസ്റ്റ് KPCCക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ബേപ്പൂർ മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ആദം മുൻസിയുടെ പേരിനാണ് പ്രാമുഖ്യം. ആദം മുൻസി കഴിഞ്ഞ തവണയും ഇവിടെ മത്സരിച്ചിരുന്നു. അതുപോലെ DCC പ്രസിഡന്റ് KC അബു, അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവരെയും ബേപ്പൂർ മണ്ഡലത്തിലേക്കുള്ള ലിസ്റ്റിലുണ്ട്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത്, അതുപോലെ തന്നെ KPCC ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, കഴിഞ്ഞ തവണ മത്സരിച്ച PV ഗംഗാധരൻ, അതുപോലെ തന്നെ A ഗ്രൂപ്പിലെ KP ബാബു, മഹിളാ കോൺഗ്രസിന്റെ ഉഷാ ദേവി ടീച്ചർ എന്നിങ്ങനെ ഇത്രയും പേരുകളാണ് പരിഗണിക്കപ്പെടുന്നത്. കൊയിലാണ്ടി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച KP അനിൽകുമാറിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, DCC പ്രസിഡന്റ് KC അബു, U രാജീവൻ, K പ്രവീൺകുമാർ എന്നിവരുടെ പേരും കൊയിലാണ്ടി മണ്ഡലത്തിലേക്ക് DCC നൽകിയ പട്ടികയിലുണ്ട്. നാദാപുരമാണ് കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റൊരു മണ്ഡലം. ഇവിടെ KC അബുവിന്റെ പേര് തന്നെയാണ് പ്രാമുഖ്യം. അതുപോലെ KP രാജൻ, അഡ്വക്കേറ്റ് I മൂസ, CV അജിത്ത്, അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ എന്നിവരുടെ പേരും നാദാപുരം മണ്ഡലത്തിലേക്ക് നൽകിയിട്ടുണ്ട്. ബാലുശ്ശേരി മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ശീതൽ രാജ്, അതുപോലെ തന്നെ PV ഗോപാലൻ, KV സുബ്രഹ്മണ്യൻ, VT സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് ലിസ്റ്റിലുള്ളത്. പേരാമ്പ്ര മണ്ഡലം കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ ഇവിടെ K പ്രവീൺകുമാർ, K ബാലനാരായണൻ എന്നിവരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ പേരാമ്പ്ര കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമല്ല. സജീഷ്. കുട്ടനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി കണ്ണൂരിലേക്ക് പോയി കഴിഞ്ഞാൽ ജോഷിലയാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. ജോഷില, കണ്ണൂരിൽ കോൺഗ്രസിന് വേണ്ടി വിവിധ മണ്ഡലങ്ങളിലുള്ള സാധ്യതാ പേരുകൾ. പ്രജീഷ്, 8 മണ്ഡലങ്ങളിലായാണ് ആകെയുള്ള 11 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിലായാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക. എന്നാൽ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇതിൽ ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ അബ്ദുള്ളക്കുട്ടിയുടെയും K സുധാകരന്റെയും പേരുകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ
കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമായി കണ്ണൂർ DCC കെ സുധാകരൻ അനുകൂലമായാണ് ഭൂരിപക്ഷം നേതാക്കളും നിലകൊള്ളുന്നത്. അതേസമയം ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമനുസരിച്ച് സിറ്റിംഗ് MLA-മാർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ വിജയസാധ്യതയുണ്ടെങ്കിൽ അവിടെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പരിഗണിച്ചാണ് അബ്ദുള്ളക്കുട്ടിയുടെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ അഴീക്കോട് മണ്ഡലം അത് ഘടകകക്ഷികൾക്ക് നൽകിയ സീറ്റാണ്. അത് KM ഷാജി തന്നെ മത്സരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തളിപ്പറമ്പ് മണ്ഡലവും ഘടകകക്ഷികളാണ് ഘടകകക്ഷി എന്ന കേരള കോൺഗ്രസ് M ഗ്രൂപ്പിന് ഇത്തവണ ഇത്തരത്തിൽ ഒരു നിയോജക മണ്ഡലം ആവശ്യമില്ല എന്നുള്ള ഒരു അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ലിസ്റ്റിൽ DCCയുടെ ലിസ്റ്റിൽ ഇത്തവണ ജോബി കണ്ടത്തിൽ പേര് കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. തളിപ്പറമ്പ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് എന്നുള്ള രീതിയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പയ്യന്നൂരിൽ MP V ഷാഹുൽ ഹമീദ് എന്നിവരുടെ പേരുകളും കൂത്തുപറമ്പ് ഘടകകക്ഷിക്ക് കൊടുത്തിരിക്കുകയാണ്. ധർമ്മടത്ത് മമ്പറം ദിവാകരൻ C രഘുനാഥ് എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നു. തലശ്ശേരിയിൽ VA നാരായണൻ V രാധാകൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. സജീവ് മറോളിയുടെ പേരും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം തലശ്ശേരിയുടെ സാധ്യത വെച്ച് ഇറക്കുമതി ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പേരും വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാനുള്ളത്. പേരാവൂരിൽ സണ്ണി ജോസഫ് MLA തന്നെ സിറ്റിംഗ് MLA ആയിരിക്കുന്ന സണ്ണി ജോസഫ് തന്നെ മത്സരിക്കും. ഇരിക്കൂറിൽ KC ജോസഫ് സിറ്റിംഗ് MLA ആയിരിക്കുന്ന KC ജോസഫ് തന്നെ മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം KC ജോസഫ് തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള സോണി സെബാസ്റ്റ്യന്റെ പേരും DCC KPCCക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ മട്ടന്നൂർ മണ്ഡലം ഘടകകക്ഷികൾക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ മട്ടന്നൂർ മണ്ഡലത്തിലും ഇത്തരത്തിലൊരു സീറ്റ് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ജനതാദൾ അറിയിച്ചിരിക്കുന്നതിനാൽ കോൺഗ്രസിലെ ചന്ദ്രൻ തില്ലങ്കേരിയുടെ പേര് DCC നൽകിയിട്ടുണ്ട്, KPCCക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കല്യാശ്ശേരി മണ്ഡലത്തിൽ രജനി രാമാനന്ദ് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായ രജനി രാമാനന്ദിന്റെ പേരുമാണ് DCC ഇത്തവണ നിർദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജോഷിലെയാണ് വിവരങ്ങൾ കണ്ണൂരിൽ നൽകിയത്. ഇനി വയനാട്ടിലേക്ക് പോയാൽ അനൂപ്. പ്രജീഷ്, വയനാട്ടിൽ നിലവിൽ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി മണ്ഡലങ്ങളിൽ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ തന്നെയാണ് മത്സരിക്കുക. ഇത് സംബന്ധിച്ചാണ് DCC നേതൃത്വം ഈ ലിസ്റ്റിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ള പേര് IC ബാലകൃഷ്ണൻ്റെതാണ്. പിന്നീട് മാനന്തവാടി മണ്ഡലം സംബന്ധിച്ചാണ് ചെറിയൊരു അവ്യക്തത ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നത്. മഞ്ജു അയ്യാർ, KSU നേതാവായ മഞ്ജു അയ്യാർ, അപ്പച്ചൻ കുറ്റിയോട്ടിൽ തുടങ്ങിയ 2 പേരുകൾ കൂടി PK ജയലക്ഷ്മിയോടൊപ്പം ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ പേരുകളാണ് DCC സമർപ്പിച്ചിരിക്കുന്നത്. അപ്പച്ചൻ കുറ്റിയോട്ടിൽ DCC സെക്രട്ടറിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഈ ലിസ്റ്റിൽ കടന്നു വന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കൽപ്പറ്റ മണ്ഡലം സംബന്ധിച്ചൊരു അവകാശവാദവും കോൺഗ്രസ് DCC നേതൃത്വം ഇതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും കൽപ്പറ്റ മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കണം, സീറ്റ് കോൺഗ്രസിന് വേണമെന്നൊരു ആവശ്യം KPCCക്ക് മുമ്പാകെ DCC നേതൃത്വം സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും IC ബാലകൃഷ്ണൻ ബത്തേരിയിൽ മത്സരിക്കുന്നത് സംബന്ധിച്ചും ചില പ്രശ്നങ്ങളുണ്ട്. സമുദായത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടെന്ന് നേരത്തെ തന്നെ DCC പറഞ്ഞിരുന്നു. എന്നാൽ ഇതെല്ലാം തൽക്കാലം പരിഹരിച്ചതിന് ശേഷമാണ് IC ബാലകൃഷ്ണന്റെ പേര് സമർപ്പിച്ചിരിക്കുന്നത്. മാനന്തവാടി മണ്ഡലത്തിൽ PK ജയലക്ഷ്മിക്കൊപ്പം മഞ്ജു അയ്യാറിന്റെയും അപ്പച്ചൻ കുട്ടിയുടെയും പേരാണ് DCC സമർപ്പിച്ചിരിക്കുന്നത്. സതീഷ്, വയനാടിന്റെ സാധ്യതാ ചിത്രമാണ് അനൂപ് KR നൽകിയത്. ഇനി കാസർഗോഡ് ജില്ല മാത്രമാണുള്ളത്. കാസർഗോഡ് നിന്നും സണ്ണി ജോസഫ് വിശദാംശങ്ങൾ നൽകും. സണ്ണി, കാസർഗോഡ് ലീഗിനടക്കം ഘടകകക്ഷികൾക്കൊക്കെ തന്നെ മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള സീറ്റുകൾ, കോൺഗ്രസിന്റെ സീറ്റുകളിൽ ആരൊക്കെ പ്രമുഖരുടെ പേരുകളാണ് ഇപ്പോൾ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്? പ്രധാനമായിട്ടും 3 അസംബ്ലി മണ്ഡലങ്ങളിൽ 5 അസംബ്ലി മണ്ഡലങ്ങളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. അതിൽ കാസർഗോഡും മഞ്ചേശ്വരം മണ്ഡലങ്ങൾ നിലവിൽ മുസ്ലിം ലീഗിന്റെ കൈവശമുള്ളതും ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണ്. കോൺഗ്രസ് മത്സരിക്കുന്ന ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലേക്കുള്ള ഫൈനൽ രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഉദുമ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പെരിയ സ്വദേശിയായ പെരിയ ബാലകൃഷ്ണനാണ് പ്രഥമ പരിഗണന കോൺഗ്രസ് നൽകിയിരിക്കുന്നത്, DCC നൽകിയിരിക്കുന്നത്. അദ്ദേഹം DCCയുടെ ജില്ലാ DCC ജനറൽ സെക്രട്ടറി കൂടിയാണ്. അതോടൊപ്പം സതീശൻ പാച്ചേനി, T സിദ്ദിഖ്, K സുധാകരൻ എന്നിവരെ പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥികളായും പരിഗണനയിലുണ്ട്. ഇതിൽ ബാലകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. 2ാം സാധ്യത സുധാകരനും T സിദ്ദിഖിനുമാണ്. കാഞ്ഞങ്ങാട് മണ്ഡലത്തില് DCC മണ്ഡലം പ്രസിഡന്റ് കൂടിയായ M.S. നായറിനാണ് 1ാം സ്ഥാനം പരിഗണന ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഹരീഷ് P. നായർ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും DCC ജനറൽ സെക്രട്ടറിയുമായ ഹരീഷ് P. നായർ, മുൻ വളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ രാജു കട്ടക്കയും എന്നിവരാണ് മറ്റ് പരിഗണന ലിസ്റ്റിലുള്ള തദ്ദേശീയർ. എന്നാൽ
മണ്ഡലത്തിന് പുറമേ നിന്ന് KP കുഞ്ഞിക്കണ്ണന്റെ പേരും ഇവിടെ പരിഗണനയിൽ എടുത്തിട്ടുണ്ട്. തൃക്കരിപ്പൂർ മണ്ഡലത്തില് ഒന്നാം പരിഗണന DCC പ്രസിഡന്റ് CK ശ്രീധരൻ തന്നെയാണ്. DCC വൈസ് പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, DCC ജനറൽ സെക്രട്ടറി PK ഫൈസൽ എന്നിവരാണ് മറ്റ് പരിഗണനയിലുള്ള ആളുകൾ. ജില്ലയ്ക്ക് വെളിയിൽ നിന്നുള്ള പരിഗണനയിലുള്ളത് K സുധാകരനും അതോടൊപ്പം തന്നെ KP കുഞ്ഞിക്കണ്ണനുമാണ്. ഉദുമയിലും K സുധാകരന്റെ പേരും പരിഗണിച്ചിട്ടുണ്ട്. 14 ജില്ലകളുടെയും സാധ്യത സംബന്ധിച്ചുള്ള സമഗ്ര ചിത്രമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്. KPCCക്ക് മുന്നിലേക്ക് DCCകൾ സമർപ്പിച്ച് നൽകിയ സാധ്യതാ പട്ടിക സംബന്ധിച്ച് ഇതിൽ നിന്നും വിവിധ ഘടകങ്ങൾ, ഗ്രൂപ്പുകൾ അടക്കം, സമവാക്യങ്ങളടക്കം പരിശോധിച്ചാണ് അന്തിമ പട്ടികയിലേക്ക് എന്തായാലും KPCC പോവുക. ഇനി 3 മേഖലകളുണ്ട്: തെക്കൻ കേരളം, മധ്യ കേരളം, മലബാർ. ഈ 3 മേഖലയിൽ ഒരു പക്ഷേ വലിയ തോതിലുള്ള അടിയൊഴുക്കുകളൊക്കെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഉണ്ട്. ഇതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഒരു പക്ഷേ എടുത്തു പറയത്തക്ക മണ്ഡലങ്ങൾ ഏതൊക്കെ തുടങ്ങിയ ഒരു വിലയിരുത്തലിലേക്ക് പോകേണ്ടതുണ്ട്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജീവ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകി.